മോദിക്ക് കീഴിൽ ഇന്ത്യ ആഭ്യന്തരമായി എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞു വന്നത്. പൗരന്മാർ ഭരണകൂടത്തെ തീരുമാനിക്കേണ്ടിടത്ത് ഭരണകൂടം പൗരന്മാരെ തീരുമാനിക്കുന്ന സ്ഥിതി വന്നു. ഇനി മോദി ഭരണത്തിൽ സാമ്പത്തിക രംഗത്ത് നാം എത്രത്തോളം മുന്നേറി? ഈ ഭരണത്തിനിടെ നമ്മൾ ധാരാളം പ്രവചനങ്ങൾ കേട്ടു. 2047ഓടെ $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാകുമെന്ന്, 2028ഓടെ തന്നെ 5 ട്രില്യൺ എത്തുമെന്ന്, 2030ഓടെ 7 ട്രില്യൺ എത്തുമെന്ന്, അങ്ങനെ പലപ്പോഴായി പല ട്രില്യൺ സ്വപ്നങ്ങൾ. പക്ഷേ നോട്ട് നിരോധനം തൊട്ട് തുടങ്ങി താഴോട്ടുള്ള പതനം. ഇപ്പോഴിതാ യുദ്ധവും മറ്റും കൂടി വന്നപ്പോൾ ആ സ്വപ്നങ്ങൾക്ക് എന്ത് സംഭവിച്ചു? IMF റാങ്കിങ്ങിൽ ഇന്ത്യ ബംഗ്ലാദേശിനും താഴെ. ദുർബല സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ നിന്ന് നാശോന്മുഖം വൾണറബിൾ എന്ന ഗണത്തിലേക്ക് പതിച്ചതായി കണക്കുകൾ. ഓഹരി കമ്പോളം സാമ്പത്തിക കരുത്തിൻ്റെ അടയാളമാണെങ്കിൽ തെക്കൻ കൊറിയ നമ്മെ മറികടന്നിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള 5ാമത് സമ്പദ് വ്യവസ്ഥ എന്ന പദവി നമുക്ക് നഷ്ടമായി. ആ സ്ഥാനം ഇപ്പോൾ ബ്രിട്ടന്. പ്രസക്തമായ ഈ കണക്കുകൾ പല മാധ്യമങ്ങളും പറയുന്നില്ല. മോദി അധികാരത്തിലേറുന്നതിൻ്റെ 2 വർഷം മുൻപ് 2011 നവംബറിൽ ടൈം മാഗസീൻ യൂറോപ്പ് എഡിഷൻ ആഗോള രംഗത്ത് വരാനിരിക്കുന്ന അതിശക്തരെപ്പറ്റി ചെയ്ത കവർ സ്റ്റോറി ഇങ്ങനെയായിരുന്നു: ഇന്ത്യയും ചൈനയും തമ്മിൽ ബലാബലം എന്ന്, ഇതിലേതാണ് ഇനി ലോകം ഭരിക്കുക എന്ന്. ആ കുതിപ്പ് പിന്നീട് ചില പണക്കാർക്ക് വേണ്ടി മാത്രമായത് എങ്ങനെ? 2014 പണക്കാർക്ക് 5 ഇരട്ടിയും 10 ഇരട്ടിയും സമ്പത്ത് മോദി കാലത്ത് വർദ്ധിച്ചപ്പോൾ രാജ്യത്തിൻ്റെ കടം 4 ഇരട്ടിയായി. നാട്ടിലെ വിഭവങ്ങൾ, തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും പോലുള്ള ആസ്തികൾ ഏതാനും ചിലരിൽ കേന്ദ്രീകരിച്ചപ്പോൾ മറുവശത്ത് പട്ടിണിക്കാരുടെ എണ്ണം ഇരട്ടിച്ചു. ആർക്കാണ് നേട്ടം? പണക്കാർക്കോ പാവങ്ങൾക്കോ? രാജ്യസമ്പത്തിൽ 4ാം സ്ഥാനത്തുള്ളപ്പോൾ ആളോഹരി വരുമാനത്തിൽ നാം 134ാം സ്ഥാനത്ത്. 100ൽ 88 ശിശുക്കൾക്കും പോഷകാഹാരമില്ല. 1/3 കുട്ടികൾ വളർച്ച മുരടിച്ചവരാണ്. 15 ലക്ഷം രൂപ വർഷം തോറും പൗരന്മാരുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്നത് പാഴ്വാക്കായി. പണം ചെലവിടുന്നതിലെ മിടുക്ക് മനസ്സിലാക്കാൻ പുതിയ IIT പഠനത്തിലെ ഒരു വിവരം മതി. ചാണകം, ഗോമൂത്രം എന്നിവയെപ്പറ്റിയുള്ള കൗപതി ഗവേഷണത്തിന് 2020 മോദി സർക്കാർ 98 കോടി രൂപ ചെലവിട്ടു. എന്നിട്ട് ഗവേഷണത്തിൽ കണ്ടുപിടിച്ചതോ? പുതുതായി ഒന്നുമില്ല. ഇത്തരം സാമ്പത്തിക കെടുകാര്യസ്ഥതയ്ക്ക് രാജ്യം നൽകുന്ന വില ചെറുതല്ല. കെടുകാര്യസ്ഥതയ്ക്ക് പുറമെ അഴിമതിയും ഉണ്ട്. അതിൻ്റെ പല വകഭേദങ്ങളിൽ. മതത്തിൻ്റെ, ക്ഷേത്രത്തിൻ്റെ പേരിൽ ബീഫ് വിരോധം വോട്ടാക്കിയ BJP കയറ്റുമതിക്കാരുടെ വൻ സംഭാവന. സമ്പദ് രംഗത്ത് വിധേയ മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന ചിലതാണിത്. മോദിക്ക് മുൻപ് ചൈനയോട് കിടപിടിക്കുന്നതായി ആഗോള മാധ്യമങ്ങൾ പറഞ്ഞിരുന്ന നമ്മൾ ഇന്ന് പിറകോട്ട് പോയിരിക്കുന്നു. പ്രചാരണങ്ങളുടെ മറുവശം കാണേണ്ടതുണ്ട്. മോദി സർക്കാരിൻ്റെ 5 വൻ പദ്ധതികൾ പരാജയമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് പാർലമെൻറ്റ് സമിതിയാണ്. ആഗോള അഴിമതി സൂചികയിൽ നമുക്ക് മോശമല്ലാത്ത 91ാം സ്ഥാനമുണ്ട്. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിൻ്റെ 2025 കണക്കാണിത്. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ താഴോട്ട് കുതിപ്പ്. ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ കൊതിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. സ്വകാര്യമായി പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക അനുവാദം ആവശ്യമില്ല എന്ന് കോടതി വിധി പറയേണ്ടി വരുന്ന രാജ്യമാണിത്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ചോദിക്കുന്നു, മനുഷ്യജീവന്, അന്തസ്സിന് ഇന്ത്യയിൽ എന്ത് വില എന്ന്. ലേഖകൻ രവിശങ്കർ ഉത്തരവും പറയുന്നു, 0 എന്ന്. എല്ലാറ്റിനും ഉപരിയായി പ്രൊഫസർ അപൂർവാനന്ദ് ഉയർത്തുന്ന വലിയൊരു വിഷയമുണ്ട്. 12 വർഷത്തെ മോദി ഭരണം ഇന്ത്യയുടെ ആത്മാവിനേൽപ്പിച്ച ആഘാതം. ഗുണദോഷങ്ങൾ അളക്കാവുന്നവയും അളക്കാൻ ആകാത്തവയുമുണ്ട്. എത്ര വർഷം ഭരിച്ചു എന്നതിനേക്കാൾ പ്രധാനമാണ് എങ്ങനെ ഭരിച്ചു എന്നത്. ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളെ മോദി ഭരണം എങ്ങനെ സ്വാധീനിച്ചു എന്ന മറ്റൊരു വിഷയവുമുണ്ട്. അത് അടുത്ത ലക്കത്തിൽ.